Hi guys, welcome to AdFiles. So ഇന്ന് നമ്മൾ HTML ബേസിക് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ നേരിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ HTML ബേസിക് ഇല്ലാത്തായിരുന്നു. എല്ലാവരും പറയും HTML ഭയങ്കര സിമ്പിളാണ്, HTML പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ HTML പഠിക്കാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ജസ്റ്റ് നമ്മൾ ആ ടാഗ്സ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള 1-2 വീഡിയോസ് കണ്ടു, പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, HTML ഭയങ്കര സിമ്പിളായിരുന്നു. ബട്ട് നമ്മൾ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ HTML എന്താ പറയുക, നമുക്കത് ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ HTML ബേസിക് ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമ്മൾ ഇന്ന് HTML ഏറ്റവും ബേസിക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് HTML ബേസിക് സ്ട്രക്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കോഡിങ്. ഓക്കെ, സോ നമ്മൾ HTML വർക്ക് ചെയ്യുമ്പോൾ HTML നമ്മൾ ഫോൾഡറിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡും അതേപോലെ നമ്മുടെ എക്സ്റ്റൻഷൻസും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് HTML വർക്ക് ചെയ്യുമ്പോൾ HTML ഫസ്റ്റ് ആയിട്ട് HTML ഒരു ഫയലിൻ്റെ ഫോർമാറ്റ് ഉണ്ടായല്ലോ, അത് .html എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും. സോ നമ്മൾ index.html എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ, index.html. സോ ഇൻഡെക്സ് എന്നുള്ള പേര് നിങ്ങൾക്ക് വേറെ എന്തും ചൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഏറ്റവും റൂട്ടായിട്ടുള്ള ഒരു ഫയലിന് ഇൻഡെക്സ് എന്നുള്ള പേരാണ് കൊടുക്കൽ. അത് മാത്രമേ ഉള്ളൂ ഇൻഡെക്സ് എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്ത് പേര് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ നമ്മൾ index.html എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഫയലിൽ നമ്മളിപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ഏറ്റവും ഇതൊരു HTML ടാഗ് അല്ല, ബേസിക്കലി ഒരു doctype എന്നുള്ള ഒരു സംഭവമുണ്ട്. ഓക്കെ, doctype. ഓക്കെ, ഇത് ബേസിക്കലി ഇതൊരു HTML ടാഗ് അല്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ HTML വേർഷൻ എന്നൊക്കെ പറയുമല്ലോ, ഈ വേർഷൻ ഇത് നമ്മൾ ഈ ഒരു ബ്രൗസറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ബ്രൗസറിന് HTML വേർഷൻ ഏതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു doctype കൊടുക്കുന്നത്. സോ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ doctype നമ്മൾ HTML എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് HTML5 ആണെന്നാണ്. HTML4 അങ്ങനെ വേറെ വെർഷൻസ് ഉണ്ട്. സോ അതിൻ്റെ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. കാരണം അത് നമുക്ക് എന്തായാലും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ HTML5 വർക്ക് ചെയ്യുന്നത്. സോ doctype HTML ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് HTML ഈ ഒരു HTML ഫയൽ HTML5 നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇത് നമുക്ക് നമ്മുടെ ബ്രൗസറിന് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, സോ നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് HTML ടാഗ്സിലോട്ട് പോവാം. doctypeന്റെ കാര്യം പറഞ്ഞു, doctype HTML ടാഗോ എലമെന്റ് ഒന്നും അല്ല എന്നുള്ളത് പറഞ്ഞു. സോ നമുക്ക് HTML ടാഗ്സിലോട്ട് വരുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും റൂട്ടായിട്ടുള്ള ഏറ്റവും ഒരു പാരന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള HTML ഒരു ടാഗാണ് HTML എന്ന് തന്നെ പേരുള്ളൊരു ടാഗ്. സോ ഈ ഒരു ടാഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സെൽഫ് ക്ലോസിങ് ടാഗ് അല്ല. സോ ഈ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ റാപ്പ് ചെയ്യുന്നത്. ഇതൊരു HTML ഡോക്യുമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ റൂട്ടായിട്ട് കൊടുക്കുന്ന ഒരു ടാഗാണ് HTML ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടാഗ്സും ബോഡി ആണെങ്കിലും ഹെഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ് വരിക. അതെ, ഈ ഒരു HTML ടാഗിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് നമുക്ക് 2 ടാഗ്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഹെഡ് ടാഗ് എന്നുള്ളൊരു ടാഗും പിന്നെ അതേപോലെ ബോഡി ടാഗ്സ് എന്നുള്ളൊരു ടാഗുമാണ് വരുന്നത്. സോ അതിൻ്റെ ഒരു പ്രിവ്യൂ നമ്മളൊരു ഫ്ലോ ചാർട്ട് എന്ന് പറയാം, നമുക്കൊരു ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ്. നമ്മൾ ഒരു HTML ഡോക്യുമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും റൂട്ടായിട്ടുള്ള ഒരു എലമെന്റ് നമ്മൾ മൗസ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഏറ്റവും റൂട്ടായിട്ടുള്ള ഒരു എലമെന്റ് ആണ് HTML എന്നുള്ളത്. ഈ ഒരു HTML ഉള്ളിലാണ് ബാക്കി ആ ഒരു പേജിൻ്റെ ഉള്ളിൽ ബാക്കി കണ്ടൻസ് ഫുൾ ഈ ഒരു HTML ടാഗിൻ്റെ ഉള്ളിലാണ് വരാം. ഇതിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് നമുക്ക് 2 ടാഗ്സ് ആണുള്ളത്. ഒന്ന് ഹെഡ് ടാഗും രണ്ടാമത് നമുക്ക് ബോഡി ടാഗാണുള്ളത്. ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് മെറ്റാ ഇൻഫോർമേഷൻസ്, അതേപോലെ നമ്മളിപ്പോൾ എടുത്തൊരു പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടാബ് എന്ന് നിങ്ങൾക്ക് HTML സ്ട്രക്ചർ ഫിഗ്മ എന്ന് കാണാൻ പറ്റും ഏറ്റവും ടോപ്പിലുള്ളത്. സോ ആ ഒരു ടൈറ്റിലൊക്കെ എങ്ങനെ വരുന്നത് വെച്ചാൽ അതൊക്കെ നമ്മൾ ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. ഈ ഒരു ടൈറ്റിൽ എന്താണ് വരേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. സോ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്കിപ്പോൾ ഒരു ഡിസൈനിങ് പർപ്പസിൽ നോക്കുമ്പോൾ ഈ ഒരു ബോഡി ടാഗാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ അഡ്വാൻസ്ഡ് കോഴ്സ് വരുമ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഹെഡ് ടാഗിൻ്റെ മെറ്റാ ഇൻഫോർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഹെഡ് ടാഗിലോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള CSS ഫയൽസ് ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യല് ലിങ്ക് ലഭിക്കല്.
അതെ. സോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ബോഡി ടാഗിലോട്ട് വരാം. ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ HTML നമ്മൾ വ്യൂ ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ട് ഫുള്ള് ഈ ഒരു ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് വരാം. സോ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ 2 ടാഗ്സേ കൊടുത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് നമ്മൾ റെഫറൻസിന് കൊടുത്താണ്. ഒരുപാട് ടാഗ്സ് ഉണ്ട്. ഈ ടാഗ്സ് ഫുള്ള് നമ്മൾ ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കാറുള്ളത്. സോ ഇവിടെ നമ്മൾ ടാഗ് എന്നുള്ളൊരു ടാഗ്, ടാഗിനെ നമ്മൾ പറയുന്നത് ആങ്കർ ടാഗ് എന്നാണ്. സോ ആങ്കർ ടാഗും അതേപോലെ H1 എന്നുള്ളൊരു ടാഗാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടാഗിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ പറഞ്ഞിരുന്ന മാത്രമേ ഉള്ളൂ. ഈ ടാഗ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും വരും വീഡിയോസിൽ. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ടാഗിൽ തന്നെ 2 നമ്മൾ ആരോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റിൽ href എന്നുള്ളതും വരുന്നുണ്ട്. രണ്ടാമത്തെ നമുക്ക് ഈ ടാഗിൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് വരണമല്ലോ. ഇപ്പോൾ ടാഗിൻ്റെ ഉള്ളിൽ ഈ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ വെബ് പേജിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, ഹലോ വേൾഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. ഇപ്പോൾ H1 ടാഗിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ടാഗ് അങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. സോ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു കണ്ടന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ HTML എന്ന് പറയും. സോ അതേപോലെ തന്നെ href എന്നുള്ളൊരു ടേം ഉണ്ട്, ഈ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് ഈ ഒരു ടാഗിൽ. ആട്രിബ്യൂട്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ എന്തായാലും അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതേപോലെ ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇത്രയും സ്ട്രക്ചർ നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കണ്ട സ്ട്രക്ചർ നമുക്ക് കോഡിലും കാണാം. ഓക്കെ, സോ കോഡിലോട്ട് വരുമ്പോൾ വരും വീഡിയോസിൽ നമ്മുടെ എല്ലാ HTML എല്ലാ ടാഗ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതിൽ കുറേ ടാഗ്സിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. സോ നെക്സ്റ്റ് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കോഡിൽ കാണാം. കോഡിൽ വരുമ്പോൾ നമ്മളിപ്പോൾ HTML ടാഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു HTML ടാഗിലാണ് എൻ്റയർലി ഈ വെബ് ആപ്പ് നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതിനുള്ളിൽ നമ്മൾ ഹെഡ് ടാഗ് വരും. സോ ഹെഡ് ടാഗ് വരുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ VS കോഡ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു VS കോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. VS കോഡ് ഒരു ഐഡിയാണ്. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹെഡ് എന്ന് എഴുതി കൺട്രോൾ സ്പേസ് അടിച്ചാൽ നമുക്ക് സജഷൻ വരും. ആ സജഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതൊരു ടാഗ് ആയിട്ട് കിട്ടും. സോ നമ്മളെ പണി ജസ്റ്റ് കാണുന്നുണ്ടാവില്ല. അതെ, ഓക്കെ. സോ നമ്മളൊരു ഞാനിവിടെ കൺട്രോൾ സ്പേസ് ആണ് നോക്കിയത്. സോ എഴുതുമ്പോൾ തന്നെ നമുക്ക് സജഷൻ വന്നുകൊണ്ടേയിരിക്കും. ഈ സജഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് സ്പേസ് നടിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആ സജഷൻ വരും. ആ സജഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതൊരു ടാഗ് ആയിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ആ ഒരു ടാഗ് ഓപ്പണും ക്ലോസ് ആയിട്ട് തന്നെ വരും. അതെ. പിന്നെ ഈ ഒരു ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നേരത്തെ മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈറ്റിൽ, ആ ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന ടാഗാണ് ടൈറ്റിൽ എന്നുള്ളൊരു ടാഗ് തന്നെ. സോ ആ ഒരു ടാഗിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ലേൺ HTML എന്ന് കൊടുക്കുകയാണ്. ലേൺ HTML എന്ന് കൊടുത്താൽ ആ ഒരു ടൈറ്റിൽ നമുക്ക് ലേൺ HTML എന്നായിട്ടായിരിക്കും കാണാം. നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയത് നമുക്ക് സൈറ്റിൽ ഒന്ന് പ്രിവ്യൂ ചെയ്ത് കാണിക്കാം. ഓക്കെ, അതിന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂഷൻ കാണാമെന്നാണ് പറയുന്നത്. സോ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിലിപ്പോൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ആ ഒരു സമയത്ത് ഓക്കെ പോർട്ട് 5500 എന്നതിൽ അത് ലിസൺ ചെയ്യുന്നുണ്ട്. സോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ടാബ് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ലേൺ HTML എന്നുള്ളൊരു കണ്ടന്റ് വന്നിട്ടുണ്ട്. സോ അത് ഞാൻ മാറ്റിയിട്ട് ലേൺ HTML കോഴ്സ് എന്ന് കൊടുക്കുകയാണ്. സോ ആ ഒരു കണ്ടന്റ് അവിടെ അപ്ഡേറ്റ് ആയിട്ട് വരും. ഓക്കെ നമുക്കിപ്പോൾ മാറിയിട്ടുണ്ട്, ലേൺ HTML കോഴ്സ് എന്ന് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ എന്താണ് കൊടുക്കുന്നത് അതാണ് അവിടെയും വരുന്നത്. സോ നമുക്ക് ആ ഒരു ഹെഡ്, ആ ഒരു ടാബിൻ്റെ നെയിം എന്താണോ കൊടുക്കേണ്ടത് അതാണ് ഈ ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിലിൽ കൊടുക്കേണ്ടത്. സോ ഹെഡിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ടൈറ്റിൽ എന്നുള്ള ഒരു എലമെൻറ്റ് മാത്രം, ഒരു ടാഗ് മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് HTML ടാഗിൽ നമ്മൾ ആ ഒരു ഡയഗ്രാം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് 2 ടാഗ്സ് ഉള്ളതാണ്. സോ ഫസ്റ്റ് ടാഗ് ഹെഡാണ് ആൻഡ് രണ്ടാമത്തെ ടാഗ് വരുന്നത് ബോഡിയാണ്.
സോ ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ടാഗ്സും ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എ ടാഗും അതേപോലെ H1 ടാഗും. ആ 2 ടാഗും ഞാൻ ഇവിടെ കാണിച്ചു തരാം, ജസ്റ്റ് ബേസിക് ആയിട്ട് കാണിച്ചു തരാം. സോ എ ടാഗ് ഞാൻ ജസ്റ്റ് ഏന്ന് ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ ഏന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ആ ഒരു hrefഉം വന്നിട്ടുണ്ട്. സോ എക്ക് എന്തായാലും href കൊടുക്കണം, അതാണ് ഈ എൻ്റെ യൂസ്. സോ ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിത് ദിസ് ഈസ് എ ലിങ്ക് എന്ന് കൊടുക്കുകയാണ് അവിടെ. ആൻഡ് hrefൻ്റെ ഉള്ളിൽ ഞാൻ ഏത് ലിങ്കിലായിട്ടാണ് ഇത് റീഡയറക്റ്റ് ചെയ്യേണ്ടത് അതാണ് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു www.google.com എന്ന് കൊടുക്കുകയാണ്. സോ ഇനി നമ്മൾ ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരു എ ടാഗ് അവിടെ കാണാൻ പറ്റും. സോ ആ എ ടാഗ് അവിടെ വന്നിട്ടുണ്ട്, ദിസ് ഈസ് എ ലിങ്ക് എന്നുള്ള രീതിയിൽ. സോ ഈ ഒരു ടാഗ് ആഡിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുക്കുന്നത്, അതൊരു ക്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടാഗാണ്. സോ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഗൂഗിളിലോട്ട് റീഡയറക്റ്റ് ആയി. സോ അതാണ് ഈ എ ടാഗിൻ്റെ യൂസ്. ദെൻ നമ്മൾ H1 ടാഗും പറഞ്ഞിട്ടുണ്ടായിരുന്നു. H1 ടാഗിൽ നമ്മൾ H1 ടാഗിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അതൊരു ഹെഡിങ് ആയിട്ട് നമ്മൾ ഹെഡിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് H1 ടാഗ്. സോ ഞാനിപ്പോൾ ജസ്റ്റ് ദിസ് ഈസ് എ ഹെഡിങ് എന്ന് കൊടുക്കുകയാണ്. സോ ഇനി നമ്മൾ ആ സൈറ്റിൽ കയറി പ്രിവ്യൂ എടുത്ത് നോക്കാം. സോ അത് നമുക്ക് വന്നിട്ടുണ്ട്, ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നമ്മൾ HTML ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വരും വീഡിയോസിൽ ഈ ഒരു ടാഗ്സ് ഒക്കെ പറഞ്ഞല്ലോ, ഈ ടാഗ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതേപോലെ ഇന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.